വർഷം 1908. കിക്കുനെ ഇക്കിഡ എന്ന് പേരാണല്ലേ. കിക്കുനെ ഇക്കിഡ എന്ന് പേരുള്ള ഒരു കെമിസ്ട്രി പ്രൊഫസർ ദാഷി എന്ന് പറയുന്ന ഒരു ബ്രോത്ത് കുടിക്കുന്നു. ദാഷി എന്ന് പറയുന്ന ബ്രോത്ത് ആക്ച്വലി ഉണ്ടാക്കുന്നത് കടലിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു സീവീഡിൽ നിന്നാണ്. ഈ ബ്രോത്ത് കുടിക്കുമ്പോൾ പുള്ളിക്കാൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രുചി അനുഭവപ്പെടുന്നു. നമുക്കറിയാവുന്ന സാൾട്ട്, സ്വീറ്റ്, ബിറ്റർ ആൻഡ് സോർനസ്. ഈ രുചികളിൽ നാലുമല്ല, ഇതിന് അപ്പുറമുള്ള ഒരു രുചിയാണെന്ന് പുള്ളിക്കാൻ ഇത് മനസ്സിലാകുന്നത്. പുള്ളിക്കാരൻ അഞ്ചാമതൊരു ടേസ്റ്റ് ആയിട്ട് ഇതിനൊരു പേര് വിടുന്നു, അതാണ് ഉമാമി. തുടർന്നുള്ള പഠനത്തിൽ പുള്ളിക്കാരന് മനസ്സിലാവുന്നു ഈ ആഹാര സാധനങ്ങൾക്ക് ഉമാമി എന്നുള്ള രുചി കൊടുക്കുന്നത് എൽ ഗ്ലൂട്ടാമിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണെന്ന്. ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന മോളിക്യൂള് ഉമാമി കൊടുക്കുകയും തുടർന്ന് ആഹാരത്തിന്റെ രുചി കൂടുന്നതിനും കാരണമാകുന്നു. എൽ ഗ്ലൂട്ടാമിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റ് എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം, എങ്ങനെ അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാം എന്നുള്ള പഠനത്തിലൂടെ പുള്ളിക്കാരൻ കണ്ടുപിടിക്കുന്ന ഒരു പദാർത്ഥമാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. വളരെയധികം പുളിയുള്ള ഗ്ലൂട്ടാമിക് ആസിഡിനെ സോഡിയമായിട്ട് ന്യൂട്രലൈസ് ചെയ്തിട്ടാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അഥവാ MSG ഉണ്ടാക്കുന്നത്. നമുക്കൊക്കെ വളരെയധികം പരിചിതമായ ഒരു പേരാണ് അജിനോമോട്ടോ. അജിനോമോട്ടോ എന്ന് പറയുന്നത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ പേര് മാത്രമാണ്. നമ്മൾ പൊതുവെ കഴിക്കുന്ന ആഹാര സാധനമായ തക്കാളിയിലും ചീസിലും അതുപോലെ മഷ്റൂമിലെല്ലാം ഗ്ലൂട്ടാമിക് ആസിഡിന്റെ അളവ് വളരെ അധികമുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഗ്ലൂട്ടാമിക് ആസിഡ് MSGയിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഈ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതിലൂടെയാണ്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിനെ കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ പഠനത്തിൽ നിന്നും മനസ്സിലാക്കിയ കാരണം എന്തെന്ന് വെച്ചാൽ മിതമായ അളവിൽ ഗ്ലൂട്ടാമിക് ആസിഡ് അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിലൂടെ ഒരു വിധത്തിലുള്ള ദോഷഫലങ്ങളും നമ്മുടെ ശരീരത്തിന് ഇല്ലെന്നുള്ളതാണ്. പൊതുവെ നമ്മൾ റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുന്ന ആഹാരങ്ങൾക്ക് ഇത്രയും അധികം രുചി വരാൻ അതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന MSG ആണ്. പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ MSG നമ്മൾ കഴിക്കുന്ന ഉപ്പിനേക്കാളും സേഫ് ആയിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണെന്നാണ്. MSG ഇത്രയും സേഫ് ആയിട്ടും എന്തുകൊണ്ടാണ് ഈ MSGനെ കുറിച്ച് ഇത്രയധികം നെഗറ്റീവ് പബ്ലിസിറ്റി നമ്മുടെ സമൂഹത്തിൽ പടരുന്നത്? ഇതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്, ശാസ്ത്രമുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അജിനോമോട്ടോ അഥവാ MSGനെ കുറിച്ചാണ്. വെൽക്കം ടു അനദർ ന്യൂ വീഡിയോ ഓഫ് ഡീകോഡ് ഫുഡ് വിത്ത് ബെൽജിൻ. ഡോക്ടർ റോബർട്ട് ഹോമാൻ കോക്ക് എന്ന് പറയുന്ന ഒരാള് US-ലുള്ള ഒരു ചൈനീസ് റെസ്റ്റോറന്റിൽ നിന്ന് ആഹാരം കഴിക്കുകയും ഈ ആഹാരം കഴിക്കുന്നതിലൂടെ പുള്ളിക്കാരന് ശരീരത്തിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നു. അദ്ദേഹം കഴിച്ച ആഹാരത്തിനകത്ത് MSG അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഇത്തരം ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഈ ഒരു വാർത്ത പല ന്യൂസ് ജേർണലുകളിൽ വരികയും ഇതിനൊരു മീഡിയ പബ്ലിസിറ്റി ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് MSG എന്നുള്ളൊരു പദാർത്ഥത്തിന് ഇത്ര ഒരു നെഗറ്റീവ് ഷെയ്ഡ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ കാരണം. വെറും വയറ്റിൽ 3 ഗ്രാമോ അതിൽ കൂടുതൽ അളവിലോ നമ്മുടെ ശരീരത്തിൽ MSG ചെല്ലുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. MSG ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ജാപ്പനീസ് ആളുകളാണ്. എന്നാൽ കണക്കുകൾ പറയുന്നത് ജാപ്പനീസ് ആളുകളാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യം ജീവിക്കുന്നതെന്നാണ്. MSG കഴിച്ചാൽ ക്യാൻസർ വരുമെന്നും മറ്റു പല രീതിയിലുള്ള അസുഖങ്ങൾ വരുമെന്നുള്ള ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പോപ്പുലർ ആണ്. എന്നാൽ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ MSG കൊണ്ട് ശരീരത്തിന് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ലെന്നാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൊണ്ട് അതിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലത്തെ ഫുഡ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോയിലൂടെ ഞാൻ ഇനിയും വരുന്നത് വരെ ഗുഡ് ബൈ.